ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ. നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൽറ്റി SL ആണ്. സോ നമ്മൾ പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഒരു ക്രാഷ് പ്രോഗ്രാം പോലെ ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ വളരെ നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന മാഗ്നറ്റിക് പാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിന്റെ ആദ്യത്തെ ഭാഗമായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നൊരു ചാപ്റ്റർ. സോ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ തിയറി ആദ്യം ഒന്ന് കേൾക്കുക. വളരെ പെട്ടെന്ന് നമ്മൾ ഈ ചാപ്റ്ററിന് 2 സെക്ഷൻ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സെക്ഷനിൽ ഈ ചാപ്റ്ററിന്റെ കോർ പോയിന്റ് ആയ ആ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്കറിയാം, മൂവിങ് ചാർജസ് എന്ന് പറയുമ്പോൾ അത് കറണ്ടിനെ മേക്ക് ചെയ്യും. യെസ്, ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാം, ചാർജുകൾ മൂവ് ചെയ്യാം. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇത് നമ്മൾ ഓസ്റ്റഡ്സ് ഒബ്സർവേഷൻ ആയിട്ടും ബിയോസാവാസ് ലോയുമായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വലിയ സെക്ഷനാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിന്റെ ഡിഫറെന്റ് കേസുകൾ, ഒരു സ്ട്രെയിറ്റ് ലൈനുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സർക്കുലാർ കോയിലിലൂടെ കറണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ഒരു സോളിനോയിഡിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, എന്താണ് ആംബിയസ് സർക്യൂട്ടൽ ലോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ തിയറി വളരെ പെട്ടെന്നൊന്ന് പറയാം. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. എല്ലാം റെഡി ആണല്ലോ? വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ പരമാവധി ക്രിസ്പി ആയിട്ട് തരികയാണ്. നിങ്ങളുടെ സമയം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നീട്ടി പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സിലേക്ക് നോക്കുക. ഓക്കെ, എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഇതിന്റെ കമന്റുകളും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് തിയറി എന്ന് പറഞ്ഞു പോവാണേ. ഓസ്റ്റഡ്സ് ഒബ്സർവേഷൻ എന്താ നമുക്കറിയാം. ഒരു വയറിലൂടെ, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയറിലൂടെ, സ്ട്രെയിറ്റോ അല്ലെങ്കിൽ കർവോ എന്തുണ്ടായിക്കോട്ടെ, അതിലൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആ വയറിന് ചുറ്റും. ഇപ്പൊ ഇതാണ് ആ കറണ്ട് ക്യാരി ചെയ്യുന്ന വയറെങ്കിൽ ഇതിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഓസ്റ്റഡിന്റെ ഒബ്സർവേഷൻ. ഇതിനെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് നമുക്ക് തന്ന ആൾക്കാരായിരുന്നു ബിയോ ആൻഡ് സാവ. നിങ്ങൾ ബയോട്ട് സാവാട്ടെന്നോ ബിയോ സാവാന്നോ പല പേരിൽ കേട്ടിട്ടുണ്ടാവും. എന്ത് പേരായാലും കുഴപ്പമൊന്നുമില്ല. സോ എനിവേ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളൊരു കണ്ടക്ടർ എടുക്കുന്നു. ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന്റെ വളരെ ചെറിയ ഒരു സെഗ്മെന്റ് ലെങ്ത് എടുക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് DL. അതിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിട്ട് R ദൂരത്തിലായിട്ട് നമ്മളൊരു പോയിന്റ് കാണുന്നു. DL-ഉം R ദൂരവും ഉണ്ടാക്കുന്ന ലൈനും തമ്മിൽ തീറ്റ എന്നൊരു ആംഗിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് കൊണ്ട് ഈ ലോങ് കണ്ടക്ടറിലൂടെ, അതല്ല ലോങ് കണ്ടക്ടറിന്റെ ചെറിയ ഒരു പോർഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഐഡിയ പറഞ്ഞിരുന്നത് ബിയോ ആൻഡ് സാവ പറയുന്നു, DB പ്രപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². ഇതിനെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി ബൈ വേർഡ്സ് നീട്ടി വലിച്ച് പറയുമ്പോഴാണ് നമ്മൾ അതിനെ ബിയോ-സാവാർട്ട് ലോ എന്ന് പറയാറ്. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ലോയുടെ സ്റ്റേറ്റ്മെന്റിനേക്കാളും നമുക്ക് വേണ്ടത് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമാണ്. ഓക്കെ, സോ DB പ്രപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ ബൈ R². അതുകൊണ്ട് DB ഈസ് ഈക്വൽ ടു, വി ഹാവ് എ കോൺസ്റ്റന്റ് μ0/4π ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². ഇതെപ്പോഴും DB ആണ്. എന്താണ് ഈ DB കാണിക്കുന്നത്? DB എന്ന് പറഞ്ഞാൽ ഈ വളരെ ചെറിയ DL എന്ന സെഗ്മെന്റ് കൊണ്ടുണ്ടാകുന്ന വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു DB, അല്ലെ? അപ്പൊ നമുക്കൊരു സംശയം, നമുക്കിപ്പോ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് പോരാ, ഈ ടോട്ടൽ കണ്ടക്ടർ കൊണ്ടും അതിലേ പോകുന്ന കറണ്ട് കൊണ്ടുമുള്ള ടോട്ടൽ ഫീൽഡ് ആണ് വേണ്ടതെങ്കിലോ? സോ മാത്തമാറ്റിക്കലി നമുക്കറിയാം, എപ്പോഴും ചെറിയ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്കറിയാം, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. Therefore ടോട്ടൽ ഫീൽഡ് B എന്ന് പറയുന്നത് ഇന്റഗ്രൽ μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². ഇതാണ് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ഇക്വേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇന്റഗ്രൽ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യണ്ടേ? ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ 2 സ്പെഷ്യൽ കേസുകളാണ് നമുക്ക് ഇതിന് തുടർച്ചയായിട്ട് പറയാനുള്ളത്. അതിലൊന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ. നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുക്കുന്നു. ഓക്കെ, അതൊരു ഫൈനൈറ്റ് ലെങ്ത് ആണ്.
അതിന്റെ ലെങ്ത് നമുക്കറിയാം, ഇത്രയും നീളമുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ കറണ്ട് കൊണ്ട് ഇതായിരുന്നു ആ കണ്ടക്ടർ എന്ന് വിചാരിച്ചോളൂ. ഇതിലെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇതിൽ നിന്നും കുറച്ച് ദൂരത്തിലായിട്ട് ഞാനൊരു പോയിന്റ് എടുത്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ബിയോസാവാർട്സ് ലോ പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. നിങ്ങൾ ബോർഡ് ലെവലിൽ പഠിച്ചിട്ടുണ്ടാവണം. ആ ഇന്റഗ്രേഷൻ കുറച്ച് ലെങ്തിയാണ്. അതിന്റെ ഡെറിവേഷൻസ് മുഴുവനും പറയുന്നത് നമ്മളെ ഇവിടുത്തെ ഒരു ടാർഗറ്റ് അല്ല, നമുക്കിത് ചെയ്യാൻ കഴിയില്ല. പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരുന്നു. അതിനുവേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ കണ്ടക്ടറിൽ നിന്നും കുറച്ച് ദൂരത്തിലായിട്ട് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ദൂരം R ആണ്. നമുക്ക് വേണ്ടത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് അറിയേണ്ടത്. അതിനുവേണ്ടി ആ കണ്ടക്ടറിന്റെ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും 2 ലൈന് വരച്ചാൽ അവരുണ്ടാക്കുന്ന ആംഗിളുകൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് θ1 ഉം θ2. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിരുന്നു B = μ0I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു sin θ1 പ്ലസ് sin θ2. മേ ബി ഇക്വേഷൻ ഒരു ബോർഡ് ലെവലിൽ മാത്രം പഠിച്ച, സ്കൂൾ ലെവലിൽ എൻട്രൻസിനെ കാര്യമായിട്ട് നോക്കാത്തൊരു കുട്ടിക്ക് ഈ ഇക്വേഷൻ ചിലപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ ആയിരിക്കും. ബട്ട് ഇത് ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ NCERT ബുക്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ല. ബട്ട് നമുക്ക് ചില കണക്റ്റഡ് പോയിന്റുകൾ ഉറപ്പായിട്ടും എൻട്രൻസ് എക്സാമുകൾക്ക് ആവശ്യമുണ്ട്. അതിൽ പെട്ടൊരു ഇക്വേഷൻ ആണിത്. സോ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചേക്കണം. എന്താ സിറ്റുവേഷൻ? ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ, അതിൽ നിന്നും R ദൂരത്തിൽ ആ കണ്ടക്ടറിന്റെ ആ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും 2 ലൈന് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് അത് നോക്കിയിട്ട് വേണം ഇക്വേഷൻ പറയാൻ. ഇത് ഫൈനൈറ്റ് ലെങ്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും വരുന്ന അടുത്തൊരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇൻഫൈനൈറ്റ് ലെങ്ത് ആയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻഫൈനൈറ്റ് ലെങ്ത് നോക്ക്, നമ്മൾ തിയറി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണേ, ബിക്കോസ് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇൻഫൈനൈറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിന്റെ ലെങ്ത് 2 എൻഡിലേക്കും ഇൻഫൈനൈറ്റ് ആയിട്ട് അങ്ങനെ നീണ്ടുപോവാം. വളരെ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ. കൂടുതൽ കേസുകളിലും നമുക്ക് ഈ ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ് ആവശ്യം വരിക. തൊട്ട് മുന്നേ കണ്ട ഫൈനൈറ്റ് ലെങ്തിനേക്കാളും കൂടുതൽ ഇൻഫൈനൈറ്റ് ലെങ്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതിൽ നിന്ന് R ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് ആണ് വേണ്ടതെങ്കിൽ അത് തൊട്ട് മുന്നിലത്തെ ഇക്വേഷനിലെ 2 വാല്യൂകൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് θ1 നും θ2 നും 90 ഡിഗ്രി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ പോയാൽ നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്തി ആയി പോകും. സോ അത് ഇൻഫൈനൈറ്റ് ലെങ്ത് ആയിരുന്നെങ്കിൽ ഇക്വേഷൻ വരുന്നത് B = μ0I ഡിവൈഡഡ് ബൈ 2πr എന്നും ആയിരിക്കും. മേ ബി നിങ്ങളിൽ പലർക്കും ഈ ഇക്വേഷൻ അറിയാമായിരിക്കും. ഇത് ഇവിടെ മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലോ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇക്വേഷനായി സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. ആദ്യം പറഞ്ഞത് ഫൈനൈറ്റ് ലെങ്ത്, ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇൻഫൈനൈറ്റ് ലെങ്ത്. അടുത്തതോ മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലാർ കോയിൽ. ഇത് നിങ്ങൾ എല്ലാവരും സ്കൂൾ ബോർഡുകളിൽ ഡിറൈവ് ചെയ്ത് പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. ഞാൻ ആ പിക്ചർ ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഇങ്ങനെ ഒരു സർക്കുലാർ കോയിൽ വെച്ചിട്ടുണ്ടാവും. സർക്കിൾ ആണ്, ഇത് ഇച്ചിരി ചരിച്ചു വെച്ചത് കൊണ്ടാണ് ഒരു ഓവല് പോലെ തോന്നുന്നത്. ആ സർക്കുലാർ കോയിലിന്റെ റേഡിയസ് മേ ബി നിങ്ങൾ ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ആക്സിസ്, ഈ സർക്കുലാർ കോയിലിന്റെ ഒരു ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ സർക്കുലാർ കോയിലിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ. ഞാൻ എടുത്ത അപ്പൊ ഈ ഫിംഗർ ഇങ്ങനെ സർക്കിൾ പോലെ ഞാൻ ഇങ്ങനെ വളച്ചു പിടിച്ചാൽ ഈ ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പേര് വിളിക്കുക. ഓക്കെ, ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ഇതിലെയാണ്. നമ്മുടെ ഈ സർക്കിളിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിൽ ഇത്രയും ദൂരത്ത് നമുക്ക് വേണമെങ്കിൽ സ്മോൾ r എന്ന് വിളിക്കാം. ഈ നൊട്ടേഷൻസ് വളരെ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ R ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ R ആ കോയിലിന്റെ റേഡിയസ് ആണ്. സ്മോൾ r എവിടെയാണോ നമുക്ക് ഫീൽഡ് കാണേണ്ടത് ആ ഫീൽഡ് കാണേണ്ട സ്ഥലത്തേക്ക് സെന്ററിൽ നിന്നുമുള്ള ദൂരത്തെയാണ് നമ്മൾ സ്മോൾ r എന്ന് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ബോർഡ് ലെവലിൽ പഠിക്കുമ്പോൾ ഈ സിംബലുകളൊക്കെ വേറെ രൂപത്തിൽ പഠിച്ചവരുണ്ടാവും. സിമ്പിൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ സിമ്പിളാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത് ഈ ഒരു പോയിന്റിൽ ഓൺ ആക്സിസ്, ഇത് നമ്മൾ ആക്സിസ് എന്നാണ് നമ്മൾ ഈ പോയിന്റിനെ പറയുന്നത്. ഓൺ ആക്സിസ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിരുന്നു μ0 NIR² ഡിവൈഡഡ് ബൈ 2 × R² + R² the whole raised to 3/2.
ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന് പകരം നിങ്ങൾ നൊട്ടേഷൻ മേ ബി മാറി യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിവേ ഇതായിരുന്നു ആ ഇക്വേഷൻ. വലിയൊരു ഇക്വേഷൻ ആണ്, വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു സർക്കുലാർ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ടാവും. അത് ഈ ആക്സിസിന് പകരം നിങ്ങൾ എടുക്കുന്ന പോയിന്റ് നമ്മുടെ സർക്കുലാർ കോയിലിന്റെ സെന്റർ ആയിരുന്നെങ്കിലോ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ കോയിൽ എന്നാണ് അതിന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു പോയിന്റ് ആണത്, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ കോയിൽ. സോ രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നു അറ്റ് സെന്റർ. അപ്പോ ഒരു സർക്കിളിന്റെ കേസിൽ രണ്ട് സ്ഥലത്തുള്ള ഫീൽഡാണ് നമുക്ക് ആവശ്യം വരിക. ആദ്യം പറഞ്ഞത് ഏതാ? ആക്സിസിൽ. ഇനി പറയാൻ പോകുന്നത് ഏതാ? സെന്ററിൽ. സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ബി എന്ന് പറയുന്നത് μ0 Ni ഡിവൈഡഡ് ബൈ 2r എന്നാണ്. അപ്പൊ ഒന്നൊരു വലിയ ഇക്വേഷൻ ആയിരുന്നു ആക്സിസിലുള്ളത്. അത് സെന്ററിലേക്ക് വരുമ്പോൾ ആ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനിലുമുള്ള n എന്താന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ N കാണിക്കുന്നത് ആ കോയിലിന് ആകെ എത്ര ടേൺസ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ്, അതാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? സോ ബിയോ-സാവാർട്ട് ലോയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ഇപ്പൊ തന്നെ എഴുതി വെക്കുക, ബിക്കോസ് ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. ഓക്കെ, അടുത്ത എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണുന്ന ചില റൂൾസ് ആയിരുന്നു. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ റൂളിന് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നൊക്കെ പറയാറുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അറിയാമോ? ഈ റൂളും നമ്മൾ രണ്ട് തരം കണ്ടക്ടറുകൾക്ക് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുക. ഒന്ന് ഫോർ സ്ട്രെയിറ്റ് കണ്ടക്ടർ. നമ്മളിപ്പോ ഇക്വേഷൻ പറഞ്ഞപ്പോഴും രണ്ട് തരം കണ്ടക്ടേഴ്സ് പറഞ്ഞല്ലോ അല്ലെ? സ്ട്രെയിറ്റ് കണ്ടക്ടറും ഉണ്ട്, സർക്കുലർ കണ്ടക്ടറും ഉണ്ട്. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ആണ്. ഞാൻ ഈ കാണിക്കുന്നത് എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. മേ ബി നിങ്ങൾ ചിലപ്പോൾ മിറർ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് ആയിട്ട് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഒരു പെൻ എടുക്കുക, നിങ്ങളുടെ വലത് കൈയിൽ റൈറ്റ് ഹാൻഡിൽ ആ പെന്നിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് പിടിച്ചു നോക്കണേ, ബിക്കോസ് ഇതൊരു 3 ഡയമെൻഷണൽ ഡയറക്ഷൻ ആണ്. അത് എങ്ങനെ കാണണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കും ഒരു ധാരണ കിട്ടിയാൽ മാത്രമേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഒന്ന് പെന്ന് കയ്യിൽ വെച്ചേ. വലത്തെ കയ്യിലാണേ, ഞാൻ ഈ കാണിക്കുന്നത് ഏത് കൈയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, സോ റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തമ്പ് ഒരു ഡയറക്ഷനിലേക്ക് ഈ കണ്ടക്ടറിന്റെ എലോങ് നിങ്ങൾ പോയിന്റ് ചെയ്ത് പിടിക്കണം. ബാക്കിയുള്ള 4 ഫിംഗറുകളും ഇതിനിങ്ങനെ ചുറ്റിയും പിടിക്കണം. അങ്ങനെയാണോ പിടിച്ചിരിക്കുന്നത്? റെഡി അല്ലേ? ഓക്കെ, ഇനി ഈ തമ്പ് കാണിക്കുന്നത് എന്തിനെയാണ്? തമ്പ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. അപ്പൊ കറണ്ട് മുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തമ്പ് മുകളിലേക്കാക്കി പിടിക്കണം. അല്ല, ഇനി കറണ്ടിന് വേണേ താഴോട്ടും പോകാമല്ലോ. കറണ്ട് താഴോട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പറ, എന്ത് ചെയ്താൽ മതി? ഈ തമ്പ് താഴോട്ടേക്കാക്കി പിടിക്കണം. അപ്പോൾ മറ്റു 4 ഫിംഗറുകളും ഇതിനിങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുകയല്ലേ? ആ ചുറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു സർക്കിൾ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ ഒരു സ്ട്രെയിറ്റ് വയറിന്റെ കേസിൽ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് മക്കളെ? തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിനെയാണ്. ഓൾ അതർ ഫിംഗേഴ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? മറ്റ് 4 ഫിംഗർ കൂടെ ഉണ്ടല്ലോ അല്ലെ? ഓൾ അതർ ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ആ വയറിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കേസ് ഫോർ സർക്കുലാർ കോയിൽ. എങ്ങനെയാണ് നമ്മളൊരു സർക്കുലാർ കോയിലിന്റെ കേസിൽ ഈ ഡയറക്ഷൻ പറയാറ്? ഫിംഗേഴ്സിന്റെ യൂസേജ് നേരെ ഉൾട്ടയാണ്, നേരെ തിരിച്ചാണ്. നമ്മൾ ആ സർക്കുലാർ കോയിലിനെ, ആ സർക്കിളിനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന രൂപത്തിൽ ആ സർക്കിളിനെ പിടിക്കണം. ആ സർക്കിളിനെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന രൂപത്തിൽ പിടിക്കുക. ഇതായിരുന്നു ആ സർക്കിളെങ്കിൽ ആ സർക്കിളിനെ നിങ്ങൾ ഈ രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഈ 4 ഫിംഗറുകളും കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ തമ്പ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതില് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഭാഗത്തോട്ടാണെങ്കിൽ, ഇങ്ങോട്ടാണെങ്കിൽ എന്റെ ഈ 4 ഫിംഗർ ഞാൻ ഇങ്ങോട്ട് പിടിക്കണം. അപ്പോൾ തമ്പ് നിങ്ങൾ കാണുന്നില്ല, തമ്പ് അകത്തേക്ക് നിൽക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കായിരിക്കും എന്നർത്ഥം. ഇനി അഥവാ കറണ്ട് പോകുന്നത് അങ്ങോട്ടേക്കാണെങ്കിൽ എന്റെ ഈ 4 ഫിംഗറുകൾ ഞാൻ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ തമ്പ് നിങ്ങളുടെ നേരെ നിൽക്കും. ഇത് നിങ്ങൾ പിടിച്ചു നോക്കണം. ഓക്കെ, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മളിത് കുട്ടികളെ കൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ സർക്കുലാർ കോയിലിന്റെ കേസിൽ നേരത്തെ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഓൾ അതർ ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യണം? അത് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ തമ്പ് എന്തിനാ കാണിക്കുക? തമ്പ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണുന്ന റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ദെൻ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് നമുക്കിവിടെ ആവശ്യം വരിക ഈ ലോയുടെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ സോളിനോയിഡ് എന്നൊരു സാധനം പഠിക്കുന്നുണ്ട്. ലോയുടെ കാര്യം മാത്രം നമുക്ക് ആദ്യം വേഗം അങ്ങ് പറയാം. അത് അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ഒരു വയർ ഉണ്ട്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ ഒരു ലൂപ്പ് നമ്മൾ ആ വയറിന് ചുറ്റും കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതാണ് കറണ്ട് ഒഴുകുന്ന വയർ, ഇതാണ് അതിന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി ലൂപ്പ്. ആ ലൂപ്പിനെ നമ്മൾ ആംപേറിയൻ ലൂപ്പ് എന്നാണ് പേര് വിളിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടക്ടർ, ഇതിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റും നിങ്ങളൊരു ആംപേറിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ആംപേറിയൻ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ഓഫ് B.dl എന്ന് പറയുന്നത് എപ്പോഴും μ0 ടൈംസ് I ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഒരുപാട് പറയാനുള്ളൊരു ലോ ആണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇതിനെ നമ്മൾ പുതുതായിട്ട് പഠിപ്പിച്ചെടുക്കുകയല്ല. നിങ്ങൾക്കും അറിയാം, വളരെ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ചെടുക്കലൊന്നും നടക്കില്ല. ഓൾറെഡി നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ഇതാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓക്കെ, ഇതിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഇന്റഗ്രേഷനാണ്. എവിടെയാ മാഗ്നറ്റിക് ഫീൽഡ്? ഈ ആംപേറിയൻ ലൂപ്പിന്റെ എല്ലാ പോയിന്റുകളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ത്രൂ ഔട്ട് ഈ സർക്കിൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം μ0 ടൈംസ് I ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സാധനമായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സെക്ഷൻ, ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണിത്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. സോളിനോയിഡ് എന്താ എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ സ്പ്രിങ് പോലെ വളച്ചു വെച്ചിരിക്കുന്ന കണ്ടക്ടറുകളെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നു, കറണ്ട് I. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സോളിനോയിഡിലൂടെ കറണ്ട് പോയാൽ ഇതിന്റെ അകത്ത് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും? അത് കാണുന്ന ഇക്വേഷൻ ആണ് B ഈസ് ഈക്വൽ ടു μ0 സ്മോൾ n I. ഇതാണ് ഇക്വേഷൻ. സ്മോൾ n ആരാണ്? സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ടോട്ടൽ ലെങ്ത്. ആ സോളിനോയിഡിന് ആകെ എത്ര ചുറ്റുകളുണ്ട് അതാണ് ക്യാപിറ്റൽ N, ഡിവൈഡഡ് ബൈ ഇതിനാകെ എത്ര നീളമുണ്ട്, അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ടോട്ടൽ ടേണുകളെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ n. ഈ സ്മോൾ ലെറ്റർ എന്നിന് ഒരു പേരുണ്ട്. സ്മോൾ ലെറ്റർ എന്നിന്റെ പേര് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതാണ് അതിന്റെ ഐഡിയ. സോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻസും ഡയറക്ഷൻസ് എടുത്ത രീതിയൊക്കെ ഒന്നും കൂടി പറയും. ബട്ട് അപ്പോഴും നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് എഴുതി വെച്ചിരിക്കണം. എല്ലാവരും എഴുതി വെച്ചോ. ഓരോന്നും ഒരു പേപ്പറിലേക്കായിട്ട് ആ ഓരോ ഇക്വേഷനും ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കൂ. ആ ഡയറക്ഷൻ കാണുന്ന മെത്തേഡുകളൊക്കെ ഒന്ന് എഴുതി വെക്കൂ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന നല്ലൊരു ചാപ്റ്റർ ആണ്. നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നു. A current is flowing in a straight conductor of length L. L ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പൊ എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുന്ന സമയത്ത് പരമാവധി അതിനെ ഒന്ന് വരയ്ക്കാന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഭയങ്കര ഡ്രോയിങ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു റഫായിട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കുക. കാരണം പല അളവുകളും മെഷർമെന്റുകളും ഒക്കെ കിട്ടണമെങ്കിൽ ഒരു ഡയഗ്രാം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ആ മെഷർമെന്റുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുള്ളൂ. സോ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. സോ ഞാൻ ഈ വരച്ചിരിക്കുന്നത് L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ആണ്. The magnetic induction at a point distance L/4 from its center. ഇതിന്റെ സെന്ററിൽ നിന്ന്, കറക്റ്റ് സെന്ററിൽ നിന്ന് L/4 ദൂരം. അപ്പൊ ഇവിടെ ആവാം. ഈ ദൂരത്ത് നമുക്ക് L/4 എന്ന് വിളിക്കാം. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന തിയറി പ്രകാരം ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. ഫൈനൈറ്റ് ലെങ്ത് ആണോ ഇൻഫൈനൈറ്റ് ലെങ്ത് ആണോ? യെസ്, ഡെഫിനറ്റ്ലി ഫൈനൈറ്റ് ലെങ്ത് ആണ്. കാരണം ലെങ്ത് എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഫൈനൈറ്റ് ലെങ്ത് ആണ്. അപ്പൊ ഫൈനൈറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ B ഈസ് ഈക്വൽ ടു
μ0i divided by 4πr into sin theta 1 plus sin theta 2 അല്ലേടാ? യെസ്. ഇതിൽ ഐ എന്ന് പറയുന്നത് ഓക്കെ കറണ്ട് ആണ്, ശരി. ആരായിരുന്നു? ആറ്. ആർ എന്ന് പറയുന്നത് ഈ കാണുന്ന ദൂരമാണ്. ആ ക്വസ്റ്റ്യനിൽ എത്രയാ? അത് L/4 ആണ്. എന്തായിരുന്നു സൈൻ തീറ്റ 1ഉം സൈൻ തീറ്റ 2? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ നേരെ മുകളിലോട്ടേക്കൊരു ലൈന് വരയ്ക്കണം, നേരെ താഴോട്ടേക്കൊരു ലൈന് വരയ്ക്കണം. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾസ് ആണ് തീറ്റ 1ഉം തീറ്റ 2ഉം. അപ്പൊ അതിന്റെ സൈൻ തീറ്റ കാണണം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഈ ഓപ്പോസിറ്റ് സൈഡ് ഇത് എത്ര ഉണ്ടാവും? ഇത് ഈ സൈഡ്. ഈ സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ നീളം L എന്ന് പറയുന്നുണ്ട്, ഇത് മിഡിലിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നുണ്ട്. ഇത് ടോട്ടൽ ലെങ്ത് L-ഉം ഇത് മിഡിലും ആണെങ്കിൽ ഉറപ്പല്ലേ ഈ ദൂരം L/2 ആയിരിക്കും. സോ ഇത് L/2. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണാൻ പറ്റുന്നില്ലേ? ട്രയാങ്കിൾ ഷേപ്പ്. ഇത് L/2, ഇത് L/4. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? നമുക്കൊന്ന് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈതഗോറസ് തിയറം പ്രകാരം ഈ ഡിസ്റ്റൻസ്, ഈ കാണുന്ന ദൂരം എന്ന് പറയുന്നത് √of L/2 സ്ക്വയർ പ്ലസ് L/4 സ്ക്വയർ അല്ലേ? ഇതെങ്ങനെയല്ലേ പൈതഗോറസ് തിയറം ചെയ്യുക? ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിന്റെയും സ്ക്വയർ എടുത്ത് സം ചെയ്യണം, റൂട്ട് എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു √of L²/4 പ്ലസ് L²/16. √of L² പുറത്തെടുത്താൽ L എന്ന് പുറത്തുണ്ടാകും. പിന്നെ √of 1/4 പ്ലസ് 1/16. 1/4 വേണമെങ്കിൽ നമുക്ക് 4/16 എഴുതി കൂടെ? 4/16ഉം 1/16ഉം. എന്തിനാ ഞാൻ അങ്ങനെ എഴുതിയത്? ആക്ച്വലി ഇത് 1/4 ആയിരുന്നേ. 1/4 ഞാൻ അതിനെ 4/16 എഴുതി. അതിനാണല്ലേ 1/4. എന്തിനാ? ഡിനോമിനേറ്റർ രണ്ടും 16 ആയാൽ ആഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇത് √of 5/16 ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു √of 5/16. അതായത് L ഇൻറ്റു √5/4 എന്ന് കിട്ടി. ഏത് സൈഡാണ് ഇപ്പൊ കിട്ടിയത്? ഈ സൈഡ്. നമ്മൾ എന്തിനാ ഈ സൈഡ് കണ്ടുപിടിച്ചേ? ആ സൈഡ് കണ്ടുപിടിച്ച് നമുക്ക് ഇക്വേഷനിൽ സൈൻ തീറ്റ 1ഉം സൈൻ തീറ്റ 2 ഉണ്ട്. അത് രണ്ട് സെയിം. ഈ തീറ്റ 1ഉം തീറ്റ 2 സെയിം ആയിരിക്കും. സോ സൈൻ തീറ്റ കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വേണ്ടേ? ആ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോകാം. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0, ഐക്ക് പകരം സ്മോൾ ഐ ആണ് ഓപ്ഷനിലൊക്കെ കാണുന്നത്. സോ സ്മോൾ ഐ ഡിവൈഡഡ് ബൈ 4π. R എന്ന് പറയുന്നത് ഈ ദൂരമല്ലടാ. യെസ്, അത് എത്രയാ? L/4. അപ്പൊ അവിടെ നമ്മൾ L/4 കൊടുത്തു. സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 അത് രണ്ടും സെയിം അല്ലേ? ഇത് സൈൻ തീറ്റ 1 ഈ ആംഗിളും ഈ ആംഗിളും സെയിം അല്ലേ? അപ്പൊ 2 ടൈംസ് എന്ന് എഴുതിയാൽ പോരെ? അപ്പൊ 2 ടൈംസ് സൈൻ തീറ്റ 1 അല്ലെ? 2 ടൈംസ് സൈൻ തീറ്റ 2. സൈൻ തീറ്റ 1ഉം സൈൻ തീറ്റ 2 സെയിം. അപ്പൊ ഇത് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്താൽ മതിയല്ലോ. 2 ടൈംസ് സൈൻ തീറ്റ 1 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് L/2 ബൈ ഹൈപ്പോട്ടന്യൂസ് L ഇൻറ്റു √5/4. എന്തൊക്കെ ചെയ്യാം നമുക്ക്? L കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം, ഈ 4 മേലോട്ട് കൊണ്ടുപോകാം അല്ലെ? ഇവിടെ 4 കട്ട് ചെയ്യാം. ശരി, അപ്പോൾ അവസാനം എന്ത് വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മേലെ പോയാൽ μ0 ഉണ്ട്, I ഉണ്ട്, 4 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ ഒരു പൈ, പിന്നെ ഒരു L, പിന്നെ √5. സോ √5/L. ഇങ്ങനെ ആൻസർ ഉണ്ടോ? μ0 4 μ0I ഡിവൈഡ് ബൈ √5/L. ഓപ്ഷൻ 1 ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്സാമിനാകുമ്പോൾ ഇത്തരം സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ നമ്മളൊരു ഫൈനൈറ്റ് ലെങ്ത് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഡയമെൻഷൻസ്, ഈ അളവുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ പിക്ചർ വരയ്ക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, പിക്ചർ വരച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ അതിനൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വരച്ച് എന്നിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഈ കുറേ സമയം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മളൊരു വരച്ചൊരു ഡ്രോയിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. 2 insulated wires of infinite length. ആ ക്വസ്റ്റ്യനിൽ ഒരു വാക്ക് ശ്രദ്ധിക്കണേ. 2 വയറുകളുണ്ട്, ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ്. ഇൻഫൈനൈറ്റ് ലെങ്ത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലെ? ആർ ലൈയിങ് മ്യൂച്വലി അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം. ഇതാണ് ഒരു വയർ, ഇതാണ് രണ്ടാമത്തെ വയർ.
ഇവിടെ നിങ്ങൾക്ക് കറണ്ട് I2 എന്ന് കാണാം, ഇത് I1 ആയിരിക്കണം, വിട്ടുപോയതായിരുന്നു. അപ്പൊ I1 I2 കറണ്ട് ഉണ്ട്. ആ രണ്ട് വയറുകളും ഓൾറെഡി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു വയർ ഇങ്ങനെ, ഒരു വയർ ഇങ്ങനെ. ഓക്കെ, എനിവേ, ആൻഡ് ആസ് ഷോൺ ഇൻ ഫിഗർ കറണ്ട് ഓഫ് 2 ആംപിയർ ആൻഡ് 1.5 ആംപിയർ റെസ്പെക്റ്റീവ്ലി ആർ ഫ്ലോയിങ്. അപ്പൊ I1 എന്ന് പറയുന്ന ഈ കറണ്ട് 2 ആംപിയർ ആയിരിക്കണം, I2 എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ കറണ്ട് 1.5 ആംപിയർ ആയിരിക്കണം, ആണല്ലോ. ഓക്കെ, ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് പോയിന്റ് P വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മറ്റൊരു പേരാണ്. മാഗ്നറ്റിക് ഫീൽഡ് എത്ര? അപ്പൊ നമ്മുടെ എന്താ സീൻ എന്താ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലും നേരത്തെ തിയറി പറയുമ്പോഴൊക്കെ നമ്മൾ ഒരു വയർ എടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നതിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യന്റെ വ്യത്യാസം എന്താ? ഇവിടെ രണ്ട് വയറുകൾ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, രണ്ട് വയറുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വയറുകൾ കൊണ്ടുള്ള രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണണം, എന്നിട്ട് അതിനെ വെക്റ്റർ സം ചെയ്യണം. വെക്റ്റർ സം എന്ന് പറയുന്നതിന് കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു വെക്റ്ററാണ്. ഫോഴ്സിനെ പോലെ, വെലോസിറ്റിയെ പോലെ, ഡിസ്പ്ലേസ്മെന്റിനെ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഒരിക്കലും രണ്ട് വെക്റ്ററുകളെ ഡയറക്റ്റ് ആയിട്ട് സം ചെയ്യാൻ പറ്റില്ല. രണ്ട് വെക്ടറുകളെ സം ചെയ്യുന്നതിന് അവരുടെ ഡയറക്ഷൻസ് നോക്കി, അവർക്കിടയിലുള്ള ആംഗിൾ നോക്കി, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്ന റൂൾ ഉണ്ട്, കേട്ടത് ഓർമ്മയുണ്ടോ? യെസ്, അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ, അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അത് ചിലതിൽ വളരെ എളുപ്പമായിരിക്കും, ചില വെക്ടർ സമ്മുകളും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെക്ടർ സമ്മുകളുണ്ട്. പ്രത്യേകിച്ച് രണ്ട് വെക്ടറുകളും ഒരേ ഡയറക്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വെക്ടർ ഇങ്ങോട്ടേക്ക്, രണ്ടാമത്തെ വെക്ടറും അങ്ങോട്ട് തന്നെ, ഇതിന്റെ വാല്യൂ 5, ഇതിന്റെ വാല്യൂ 3, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കൂട്ടിയിട്ട് 5ഉം 3ഉം കൂടെ 8 എന്ന് പറയാം, ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു വെക്ടർ ഇങ്ങോട്ടേക്കും മറ്റൊരു വെക്ടർ ഇങ്ങോട്ടേക്കുമാണ് 5ഉം 3ഉം ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 5 + 3 = 8 നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആംഗിളും കൂടെ നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊക്കെ വരാം. ഞാൻ ചില ഹിന്റുകൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഈ ചാപ്റ്ററിൽ മാത്രമല്ല പല ചാപ്റ്ററുകളിലും നമുക്ക് വെക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. ഒന്നിലധികം വെക്ടറുകളെ ആഡ് ചെയ്യാനുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ വെക്ടർ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, നോർമൽ കാൽക്കുലേഷൻ അല്ല. കൂടുതൽ അറിയാൻ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ഐഡിയകൾ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട എന്താ? ഇവിടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ഒരു പോയിന്റിലേക്ക് ഈ കണ്ടക്ടറിൽ നിന്നുള്ള ദൂരം 4 സെന്റിമീറ്റർ ആണ്, രണ്ടാമത്തെ കണ്ടക്ടറിൽ നിന്നുള്ള ദൂരം 3 സെന്റിമീറ്റർ ആണ്. ഇനി ഈ കറണ്ട് പോയിരിക്കുന്നത് മുകളിലോട്ടേക്കാണ്. അപ്പൊ മുകളിലോട്ടേക്കാണ് നമുക്കറിയാം റൈറ്റ് ഹാൻഡ് റൂളാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണുന്ന റൂള്. അപ്പൊ നിങ്ങൾ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് മുകളിലോട്ടേക്ക് പിടിച്ചു നോക്കുക, ഇങ്ങനെ പിടിച്ചു നോക്കുക. അപ്പൊ ബാക്കിയുള്ള ഫിംഗറുകൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ ഈ കണ്ടക്ടർ ഇങ്ങനെ മുകളിലോട്ടേക്ക് കറണ്ട് പോകുന്നുണ്ട്, മുകളിലോട്ടേക്ക് കറണ്ട് പോകുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു സ്ഥലത്ത് നിന്ന് അകത്തോട്ടേക്കാ പോകുന്നുണ്ടാവും. ഓക്കെ, ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയും. സോ ഡ്യൂ ടു I1 ആദ്യത്തെ കറണ്ട് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനി ഇവിടെയും ഒരു കറണ്ട് ഉണ്ട്. ഈ കറണ്ട് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആ തമ്പ് ഇങ്ങോട്ടേക്ക് പിടിച്ചു നോക്കണം. ഇങ്ങോട്ടേക്ക് പിടിച്ചു നോക്കുമ്പോഴും നിങ്ങളുടെ ഫിംഗറുകൾ അകത്തോട്ടേക്ക് വളയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും, ഈ കറണ്ട് കാരണവും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനാണ്. രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് സം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവാം. ഓക്കെ, സോ ഞാൻ ആ പോയിന്റ് ഒന്ന് എഴുതാം. Magnetic field vector B1 and magnetic field vector B2 are into the plane. അത് ഒരു ഡയറക്ഷൻ കാണുന്ന റൂളാണ്. എല്ലാവരും ഒന്നും കൂടെ കൈയൊക്കെ വെച്ച് നോക്കി നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യണം. അതിന് നമുക്ക് ഇക്വേഷൻസ് നോക്കാം. എന്താണ് B1ന്റെ ഇക്വേഷൻ? B1 എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ലെങ്ത്തിന്റെ ഫോർമുല ഓർമ്മയില്ലേ? μ0I/2πr, μ0I divided by 2πr. വാല്യൂസ് കൊടുത്താൽ μ0I എന്ന കറണ്ടിന് പകരം ആദ്യത്തെ കറണ്ട് 2 ആംപിയർ ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു അതിൽ നിന്ന് ഈ ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് വരുന്ന ദൂരം 4 സെന്റിമീറ്റർ ആണ്. സോ 4 × 10⁻². 4 × 10⁻². ഇതാണ് B1.
അപ്പൊ നിങ്ങൾക്ക് പലതിനെയും കട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടാവും. വെയിറ്റ്, കട്ട് ചെയ്യാൻ വരട്ടെ. അടുത്തത് B2. ഇതേപോലെ നമ്മൾ നോക്കിയാൽ μ0 ഉണ്ട്. കറണ്ട്, രണ്ടാമത്തെ കറണ്ട് 1.5 ആണ്. സോ 1.5 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു രണ്ടാമത്തെ കണ്ടക്ടറിൽ നിന്ന് വരുന്ന ഈ ദൂരം 3 സെന്റിമീറ്റർ ആണ് അല്ലെ, 3 സെന്റിമീറ്റർ. സോ നമുക്ക് ആ 3 സെന്റിമീറ്റർ കൊടുത്തു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നു 3 ഇൻറ്റു 10⁻². ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യല്ലേ വേണ്ടത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കോമൺ ടേമുകൾ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എഴുതി കൂടെ. സോ വാട്ട് ഈസ് ടോട്ടൽ ബി? ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം. ടോട്ടൽ ബി എന്ന് പറയുന്നത് B1 പ്ലസ് B2. എന്താണ് B1 പ്ലസ് B2? നമുക്ക് കോമൺ ആയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ആൾക്കാർ μ0/2π ഉണ്ട്, പിന്നെ ഒരു 10⁻² ഉണ്ട്. അതുമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അത് കുറച്ചും കൂടി എളുപ്പമാണ്. 2ഉം 4ഉം കട്ട് ചെയ്താൽ 1/2 ആണ് അല്ലെ. 1.5ഉം 3ഉം കട്ട് ചെയ്താൽ അപ്പോഴും 1/2 ആണ്. അങ്ങനെ രസമുണ്ടല്ലോ ഈ ക്വസ്റ്റ്യന്റെ വാല്യൂസിന്. കൊള്ളാലോ. 2ഉം 4ഉം കട്ട് ചെയ്തു, അപ്പൊ താഴെ ഒരു 2 ബാക്കി വന്നു. ഇവിടെ 1.5ഉം 3ഉം കട്ട് ചെയ്തു, അപ്പോഴും താഴെ 2 ബാക്കി വന്നു. അപ്പൊ രണ്ടും ഒരേ സാധനം. B1 പ്ലസ് B2. B1 പ്ലസ് B2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈംസ് B1 എന്ന് പറഞ്ഞാലും പോരെ. 2 ടൈംസ് B1. അത് അങ്ങനെ പറയുന്നത് B1 B2 ഒരേ വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമുക്ക് 2 ടൈംസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എന്താ B1. μ0ന്റെ വാല്യൂ എത്രയാ? μ0ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 4π ഇൻറ്റു 10⁻⁷. μ0 പിന്നെ ഒന്നുമില്ല, ഇൻറ്റു വേണ്ട ഇനി, ബൈ 2π ഇൻറ്റു 10⁻² ഇൻറ്റു 2. സോ ഡിവൈഡഡ് ബൈ ഇത് വേണ്ട കേട്ടോ, 2π ഇൻറ്റു 10⁻² ഇൻറ്റു 2. ഇനി ആരൊക്കെ കട്ട് ചെയ്യാം? 2π ഇവിടെ കട്ട് ചെയ്തു, 4 2 കട്ട് ചെയ്തു. ഇനി എന്താ ബാക്കിയുള്ളത്? 2 ഇൻറ്റു 10⁻⁷ഉം 10⁻²ഉം കൂടെ 2 ഇൻറ്റു 10⁻⁵. ഇത്രയും ടെസ്ല എന്ന് പറയും. അതിന് മാച്ചാവുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ടെസ്ലക്ക് പകരമാണ് ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ എന്ന് പറയുന്നത്. ആ 2 യൂണിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. സോ ഓപ്ഷൻ 2 റൈറ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഫൈനൈറ്റ് ലെങ്ത്തിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം കണ്ടു. ഇൻഫൈനൈറ്റ് ലെങ്ത്തിൽ 2 വയറുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. മോർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയകൾ കിട്ടും. ഓക്കെ. 2 long parallel wires P and Q are held at a distance of 5 meter between them. So ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു വയറാണ്. അപ്വേർഡ്സ് ആണ് കറണ്ട്. ഡയറക്ഷൻസ് ഒക്കെ നോക്കണേ. രണ്ടാമത്തെ വയറിലോ കറണ്ട് എത്രയാ? 2.5 ആംപിയർ. ഡയറക്ഷനോ അതും അപ്വേർഡ്സ് തന്നെ. രണ്ടും തമ്മിൽ ആകെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 5 മീറ്റർ. എല്ലാ പോയിന്റും ശ്രദ്ധിക്കണേ. ഓക്കെ. 2.5 5 ആംപിയർ കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഹാഫ് വേ ബിറ്റ്വീൻ ദ വയേഴ്സ്. ആ 2 വയറിന്റെയും ഹാഫ് വേ എന്ന് വെച്ചാൽ അതിന്റെ മിഡിൽ. ആ 2 വയറിന്റെയും കറക്റ്റ് മിഡിലിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും? ഇപ്പൊ മിഡിൽ എന്ന് പറയുമ്പോൾ ഈ വയറിൽ നിന്നും ഇത്ര ദൂരം, ആ ദൂരം എത്ര ഉണ്ടാവൂടാ? ആ ദൂരം ഈ ടോട്ടൽ തന്നിരിക്കുന്ന 5 മീറ്ററിന്റെ പകുതി ആയിരിക്കൂലേ. അപ്പോൾ ഈ കണ്ടക്ടറും ഇവിടെ നിന്നുള്ള ദൂരവും നമുക്ക് മനസ്സിലായി. അതുപോലെ രണ്ടാമത്തെ കണ്ടക്ടറിന് ഇവിടത്തേക്കുള്ള ദൂരം എത്ര ഉണ്ട്? കാരണം ഇവിടെയാണല്ലോ നമ്മളോട് ഫീൽഡ് കാണാൻ പറയുന്നത്. അപ്പൊ ആ പോയിന്റിലേക്കാണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം 5 മീറ്ററിന്റെ പകുതിയായ 2.5, ഇവിടെ നിന്നുള്ള ദൂരവും 5 മീറ്ററിന്റെ പകുതിയായ 2.5. 2 ദൂരങ്ങളും കിട്ടി. ഫൈനൈറ്റ് ലെങ്ത് അല്ല, ലോങ് വയേഴ്സ് ആണ്. ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫൈനൈറ്റ് ആക്കി എടുത്തോളണം. ഇൻഫൈനൈറ്റ് ആണ്. ഇനി ഡയറക്ഷനോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ കറണ്ട് അപ്വാർഡ്സാ. അപ്വാർഡ്സ് കാണുമ്പോൾ നിങ്ങളൊന്ന് തമ്പ് അപ്വാർഡ് പിടിക്കുക. തമ്പ് അപ്വാർഡ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഇപ്പൊ ഇതിന്റെ ഈ കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇവിടത്തേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു. ഇവിടത്തേക്ക് വരുമ്പോൾ എന്റെ ഫിംഗറുകൾ ഇങ്ങനെ ഈ ടാൻജന്റ് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരും. ഇനി രണ്ടാമത്തെ കണ്ടക്ടർ നിൽക്കുന്നത് ഇവിടെ അതിലും കറണ്ട് മുകളിലോട്ടേക്ക് തന്നെയാ. പക്ഷെ 2 കണ്ടക്ടർ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഒന്നിന്റെ റൈറ്റ് സൈഡിലും മറ്റേതിന്റെ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണേണ്ട പോയിന്റ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്റെ ഈ ഫിംഗറുകൾ ഇങ്ങോട്ടാണ് വളയുന്നതെങ്കിൽ, ഇനി ഇപ്പുറത്തൊരു കണ്ടക്ടർ ഉണ്ട്, അവിടെ തമ്പ് മേലോട്ടേക്ക് തന്നെ, ബട്ട് ഈ ഫിംഗറുകൾ ഇവിടെ എത്തുമ്പോൾ ഉള്ളിലോട്ടേക്കാണ് വളയുക. ഇത് നിങ്ങൾ പിടിച്ചു നോക്കണം. നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടും കറണ്ട് അപ്വാർഡ്സ് ആണ്. പ്രശ്നം എന്താണ്? ഇവിടെ കറണ്ട് അപ്വാർഡ്സ് ആണ്, ബട്ട് നമുക്ക് കാണേണ്ട പോയിന്റ് ഈ കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡാണ്. എന്നാൽ ഇവിടെയും കറണ്ട് അപ്വാർഡ്സ് ആണ്, ബട്ട് നമുക്ക് ഫീൽഡ് കാണേണ്ട പോയിന്റ് ഇതിന്റെ ലെഫ്റ്റ് സൈഡാണ്.
അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B1 എഴുതിയാൽ ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയ B1, ഓക്കെ നോക്കണേ, ഇതാണ് B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണ്. ഇൻടു ദ പ്ലെയിൻ കാണിക്കുന്ന സിമ്പൽ അങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലോട്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്. എന്നാൽ വെക്ടർ B2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. ഔട്ട് ഓഫിനെ കാണിക്കുന്ന സിമ്പൽ ആണ്. ഇൻറ്റു ഒരു റൗണ്ട് ഇട്ടിട്ട് ഇൻറ്റു ക്രോസ് ഇടുക, ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഇട്ടിട്ട് ഒരു ഡോട്ട് ഇടുക. അപ്പൊ എന്ത് മനസ്സിലായി? ഈ രണ്ട് ഫീൽഡുകളും ഓപ്പോസിറ്റാണ്. രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് വന്നാൽ ടോട്ടൽ കിട്ടണമെങ്കിൽ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ B1 മൈനസ് B2 എന്ന് ചെയ്യണം. തൊട്ട് മുന്നേ ഒരു പ്രോബ്ലത്തിൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നപ്പോൾ നമ്മൾ B1 പ്ലസ് B2 എന്നാണ് ചെയ്തത്. വെക്ടറിന് ചില പ്രത്യേകതകളാണ്. അപ്പൊ രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടും കൂടെ ജസ്റ്റ് സം ചെയ്യും. രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ കിട്ടാൻ ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യും. B1 മൈനസ് B2. ഓക്കെ, ഇനി ഓരോന്ന് നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? B1 എന്ന് പറയുമ്പോൾ μ0 I എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു R എത്രയാണ്? R എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ദൂരം എടുത്തേക്കരുതേ. ടോട്ടൽ ദൂരം രണ്ട് വയറുകൾ തമ്മിലുള്ള ദൂരമാണ്. നമുക്കതിന്റെ മിഡ് പോയിന്റിലേക്ക് അതിന്റെ പകുതിയായ 2.5 എന്ന ദൂരമേ ഉണ്ടാവുള്ളൂ. 2.5 മൈനസ് μ0. രണ്ടാമത്തെ കറണ്ട് ഓൾറെഡി 2.5 ആണ്, ബൈ 2π ഇൻറ്റു 2.5. ദൂരം രണ്ട് വയറിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 2.5. ഒരു കറണ്ട് 5, മറ്റേ കറണ്ട് 2.5. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ടേമുകൾ കുറെ വരുന്നുണ്ടല്ലോ, അതൊക്കെ പുറത്തേക്ക് എടുക്കാം. μ0/2π പുറത്തെടുക്കാം, μ0/2π. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ബാക്കിയുള്ളത് 5/2.5. 5/2.5 എന്ന് വെച്ചാൽ 2 അല്ലേ? 2 മൈനസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? 2.5/2.5, അത് 1 അല്ലേ? 2 മൈനസ് 1 1 ആണ്. സോ μ0 ഡിവൈഡഡ് ബൈ 2π. ആൻസർ ഉണ്ടോ? യെസ്, μ0 ഡിവൈഡ് ബൈ 2π. അവിടെ μ0ക്ക് വാല്യൂ ഒന്നും കൊടുക്കണ്ട, ഓപ്ഷനും കൂടെ നോക്കണം. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓപ്ഷനും കൂടെ നോക്കിയേക്കണം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് μ0യും കൂടെ കൊടുത്തു. μ0ന്റെ വാല്യൂ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? μ0ക്ക് പകരം നമ്മൾ 4π ഇൻറ്റു 10⁻⁻7 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചില പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ചില പ്രോബ്ലത്തിൽ μ0 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. മനസ്സിലായല്ലോ? മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ വായിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻസ് ആർ നിയർ എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് വയർ ഈസ് ബി. അതായത് ഒരു ലോങ് വയർ ഉണ്ട് പോലും, വളരെ ലോങ് വയറാണ്. ലോങ് വയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഫൈനൈറ്റ് ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, ആ വയറിൽ നിന്നും R ദൂരം എടുത്തു, ഇതാണ് R ഡിസ്റ്റൻസ്. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്ന് വിളിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഭാഗത്തെ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും ഒരു വയറുണ്ട്, അതിൽ നിന്നും കുറച്ച് ദൂരത്തിലാണെങ്കിൽ ഒരു ഫീൽഡ് ഉണ്ടാവും. ഇക്വേഷൻ ഒക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, the field at a distance r/2 will be. R ദൂരത്തിൽ ഇത്രയും ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന്റെ പകുതി ഡിസ്റ്റൻസ് r/2 എന്ന ദൂരത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? അപ്പൊ ദൂരത്തിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കൽ ധാരണയുണ്ടെങ്കിൽ ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ഇക്വേഷൻ? ഇൻഫൈനൈറ്റ് ലെങ്ത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുലയായിരുന്നു μ0 I ഡിവൈഡഡ് ബൈ 2πr. വെരി സിമ്പിൾ. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡും ഈ ഡിസ്റ്റൻസും മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതാം, ബി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഇവരെ ഡിസ്റ്റൻസ് കുറയല്ലേ ചെയ്തത്? ആദ്യം 6 ആയിരുന്നു, ഇപ്പൊ പറയുന്നു r/2. ഡിസ്റ്റൻസ് കുറഞ്ഞു. എത്രയായിട്ട് കുറഞ്ഞു മക്കളെ? ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറഞ്ഞു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡോ? ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ആയിട്ട് കൂടും. സോ ആസ് r becomes r/2 we have magnetic field becomes 2b. So very simple question. Option 4 is the right answer.
അപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പല പാറ്റേൺ ആണ്. ചിലത് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽസ് ചെയ്ത് അങ്ങനെ എത്തേണ്ടി വരും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് വളരെ ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതൊരു ടെക്നിക്കാണ് അല്ലെ, ആ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ്, ഇത്ര പറയുന്ന സമയമൊന്നും വേണ്ടില്ല, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ചൊക്കെ പറയുന്നത്. ഈ ഇക്വേഷൻ മനസ്സിലുള്ള ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അവർ ടക്ക് ആൻസർ ചെയ്ത് പോകും. കുറെ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാം. ഏത് എക്സാമിന് നിങ്ങൾ ഈ കഴിഞ്ഞ നീറ്റിന്റെ എക്സാംസ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. ഫിസിക്സിലെ പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരു വാല്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് കാണാം. ആ ക്വസ്റ്റ്യൻസ് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സോ ആ ഒരു പാറ്റേൺ കാണുമ്പോഴേക്ക് തന്നെ ടക്ക് 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 നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആർക്കാണ് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കുക. ഞാൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മൊത്തം വായിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മൊത്തം വായിച്ചിട്ട് ഇതിൽ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2 long straight wires are kept parallel. Current of 1 ampere is flowing in each wire in same direction. അപ്പൊ ഈ വയറിൽ ഈ ഡയറക്ഷനിൽ ഒരു 1 ആംപിയർ ഉണ്ട്. രണ്ടാമത്തെ വയറിൽ ലോങ് ആണ്. ഈ വയർ ഇവിടെ നിൽക്കുന്നില്ലേ, ലോങ് ആണ്. അപ്പൊ നമുക്ക് ഇൻഫൈനൈറ്റ് ലെങ്ത് ആക്കി എടുക്കാമേ. അതെല്ലാം പോകുന്നുണ്ട് 1 ആംപിയർ അതേ ഡയറക്ഷനിൽ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 2r. ഇന്റൻസിറ്റി ഓഫ് ഫീൽഡ് അറ്റ് മിഡ് പോയിന്റ്. ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അവിടെ രണ്ടും 2 കറണ്ട് ആയിരുന്നു. ഓക്കെ, ഇവിടെ രണ്ടും ഒരേ കറണ്ടാ. അപ്പൊ നിങ്ങളൊന്ന് മാത്തമാറ്റിക്കലി വെക്ടറിന്റെ കോൺസെപ്റ്റ് ഒക്കെ വെച്ചോണ്ട് ഒന്ന് ചിന്തിച്ചേ. ഞാൻ ചോദിക്കുന്നു, ഈ അപ്വാർഡ് കറണ്ട് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഡയറക്ഷൻ എല്ലാവരും ഒന്ന് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചേ. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. സോ ഫസ്റ്റ് വയർ ഫോർ ഫസ്റ്റ് കണ്ടക്ടർ ഫോർ 1 മാഗ്നറ്റിക് ഫീൽഡ് B1 എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ. എങ്ങോട്ടാ? ഇൻ ടു ദ പ്ലെയിൻ. ഇനി എല്ലാവരും ഒന്ന് രണ്ടാമത്തെ കണ്ടക്ടർ ഒന്ന് കണ്ടുപിടിച്ച്. ഫോർ കണ്ടക്ടർ 2 മാഗ്നറ്റിക് ഫീൽഡ് B2 എങ്ങോട്ടേക്ക് എല്ലാവരും നോക്കിയേ. ഓക്കെ, കറണ്ട് മുകളിലോട്ടേക്ക് തന്നെയാണ്. ബട്ട് നമ്മൾ പോയിന്റ് കിടക്കുന്ന ഇപ്പുറത്താ. ആദ്യത്തെ കണ്ടക്ടറിന്റെ ഈ സൈഡിലാണ് പോയിന്റ് എങ്കിൽ രണ്ടാമത്തെ കണ്ടക്ടറിൽ ഇപ്പുറത്തെ സൈഡിലാണ് പോയിന്റ്. ശരിയല്ലേ? ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ അതിന്റെ ഫീൽഡ് കണ്ടുപിടിച്ചോ. പിടിച്ചോ. ഇങ്ങോട്ട് കിട്ടി. ഔട്ട് ഓഫ് ഫീൽഡ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഇനി 2 കറണ്ടും സെയിം അല്ലേ, 2 ഡിസ്റ്റൻസും സെയിം അല്ലേ എന്ന് വെച്ചാൽ B1 എന്ന് പറയുന്ന ഫീൽഡും B2 എന്ന് പറയുന്ന ഫീൽഡും സെയിം ആയിരിക്കില്ലേ? അപ്പൊ 2 ഫീൽഡ് 2 വെക്ടറുകള് സെയിം വാല്യൂവുമാണ്, ഓപ്പോസിറ്റും ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചത് റിസൾട്ട് കിട്ടാൻ. അപ്പൊ ഒരേ വാല്യൂ, ഈ വാല്യൂ 5, ഈ വാല്യൂ 5 മൈനസ് ചെയ്താൽ 0 എന്നായി പോകും. അല്ലെങ്കിൽ ഈ വാല്യൂ 10, ഈ വാല്യൂ 10 മൈനസ് ചെയ്താൽ 0 എന്നായി പോകും. 0 ഉണ്ടോ? പിന്നല്ലാണ്ടോ. ഓപ്ഷൻ 3 0 ആണ്. ഇതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാ. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ 1-2 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഇത്രയും പറയാൻ. ബട്ട് ഈ കോൺസെപ്റ്റ് കറക്റ്റ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ മോഡൽ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ ഒരു ഐഡിയ മനസ്സിലുള്ള ആൾക്കാർക്ക് ഈ സാധനങ്ങളൊക്കെ വായിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ എൻട്രൻസിന്റെ പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ കോൺസെപ്റ്റ് ഡെപ്തിൽ മനസ്സിലായാൽ വേഗം ചെയ്യാൻ പറ്റും. പലരും ഷോർട്ട് കട്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതാണ് ഷോർട്ട് കട്ട്. കോൺസെപ്റ്റ് ഡെപ്തിൽ മനസ്സിലാവുക എന്ന് പറയുന്നതാണ് ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും ടപ്പേന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആൻസർ 0 എന്ന് പറയും. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൊക്കെ ഇതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 2 parallel long wires carry I1 and I2 with I1 greater than I2. The parallel wires ആണ്. ഇതാണ് ഒരു വയർ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ വയർ. ഓക്കെ, പാരലൽ ആണ്. ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട് I1, ഇതിലെ കറണ്ട് പോകുന്നുണ്ട് I2. ഈ 2 കറണ്ടും സെയിം ഡയറക്ഷനിൽ ആകുമ്പോൾ when the current are in the same direction like this, 2 കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് മിഡ്വേ ബിറ്റ്വീൻ ദം ഈസ് 10 മൈക്രോ ടെസ്ല. ഇതിന്റെ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 10 മൈക്രോ ടെസ്ല ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ കറണ്ട് കൊണ്ടുള്ള ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും ഈ കറണ്ട് കൊണ്ടുള്ള ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും ആയിരിക്കില്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കേസിൽ ഒന്ന് B1 ആണ്,
ഒന്ന് B1 ആണ് ഇൻ ടു ദ പ്ലെയിൻ, രണ്ടാമത്തത് B2 ആണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതുകൊണ്ട് B1 മൈനസ് B2 ആണ് ടോട്ടൽ ഫീൽഡ്. ആ ടോട്ടൽ ഫീൽഡ് ആണ് 10 മൈക്രോ ടെസ്ല. എന്തായിരിക്കും B1 മൈനസ് B2? B1 മൈനസ് B2 എന്ന് പറയുമ്പോൾ μ0 I1 ബൈ 2πr മൈനസ് μ0 I2 ബൈ 2πr ദാറ്റ് ഈസ് ഈക്വൽ ടു 10. I1ലും I2ലും മാത്രമേ മാറ്റമുള്ളൂ. ഇത് I1, ഇത് I2. 6 മാറ്റമില്ല, ബിക്കോസ് ഇത് പകുതി ദൂരമാണ്, ഇതും പകുതി ദൂരമാണ്. അപ്പൊ രണ്ടും ഒരേ 6 എന്ന് എടുക്കാം. 6 നമ്മൾ അതിൽ μ0 ബൈ 2πr എന്ന് പുറത്ത് എഴുതിയാൽ ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം, μ0 ബൈ 2πr പുറത്ത് എഴുതിയാൽ ഇൻറ്റു I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു 10 ആണല്ലോ. അവിടെ നിൽക്കട്ടെ, ക്വസ്റ്റ്യന്റെ ബാക്കി വായിക്കാം. If the direction of I2 is reversed, ഇനി I2 എന്ന സാധനം റിവേഴ്സ് ആക്കുന്നു, അതായത് ഇപ്പൊ രണ്ടും മേലോട്ടേക്കായിരുന്നു, രണ്ടും ഒരേ ഡയറക്ഷനിലായിരുന്നു, അതിൽ ഒരാളെ റിവേഴ്സ് ആക്കുക, ഒരാളെ മാത്രം. അപ്പൊ ഇത് മേലോട്ടേക്ക് പോകുന്നുണ്ട്, ഇത് താഴോട്ടേക്കായി. അപ്പോഴുള്ള ടോട്ടൽ ഫീൽഡ് 30 ആണ് പോലും. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് മാറ്റമൊന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ കറണ്ട് റിവേഴ്സിൽ താഴോട്ടേക്കായാൽ, ഈ കറണ്ട് താഴോട്ടേക്കായാൽ ആ മാഗ്നറ്റിക് ഫീൽഡും ഇൻടു ദ പ്ലെയിൻ ആവും. പിടിച്ചു നോക്ക്, കറണ്ട് ഇങ്ങനെ താഴോട്ട് പിടിക്കണം. അപ്പൊ ഈ ഫിംഗറുകൾ അകത്തോട്ടാ പോവാം. അകത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ടാമത്തെ കേസിൽ I1 മുകളിലോട്ടും I2 താഴോട്ടും. അപ്പോൾ ഈ മിഡ് പോയിന്റിൽ B1 ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും, B2 ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും. നേരത്തെ ഔട്ട് ഓഫ് വന്നാൽ ഇപ്പൊ ഇൻടു ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് B1 പ്ലസ് B2 ആയിരിക്കുമല്ലടാ. B1 പ്ലസ് B2 ഒരേ ഡയറക്ഷൻ ആണല്ലോ അല്ലേ? ആ വാല്യൂ ആണ് 30. B1 പ്ലസ് B2 നമുക്ക് ഈ കോമൺ ടേമുകൾ ഇങ്ങനെ പുറത്തേക്ക് എഴുതാം. അതായത് μ0 ബൈ 2πr പുറത്ത് എഴുതിയാൽ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു 30. നമ്മൾ ഇത് രണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ? നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 2 എന്നും നേരത്തെ എഴുതിയതിന് ഇക്വേഷൻ 1 എന്നും പേര് വിളിച്ചിട്ട് ഒരു 1/2 ചെയ്താൽ, 1/2 ചെയ്യുമ്പോൾ ഈ μ0 I ബൈ 2πr അങ്ങ് വെട്ടിപ്പോകില്ലേ? ഇവിടെ ബാക്കിയുള്ളത് I1 മൈനസ് I2, ഇവിടെ ബാക്കിയുള്ളത് I1 പ്ലസ് I2 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. I1 മൈനസ് I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു 10/30, അതായത് 1/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3I1 മൈനസ് 3I2 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 അല്ലെ? ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് അങ്ങോട്ടും പോയി, 1ന്റെ കൂടിയാൽ മതി ഇങ്ങനെ തന്നെ. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ I1 ഇപ്പുറം കൊണ്ടുവരിക, 3I2 അപ്പുറം കൊണ്ടുപോകാം. അപ്പൊ എന്താ കിട്ടുക? 3I1 മൈനസ് I1, 3I1 മൈനസ് I1 2I1 അല്ലേ? ഈസ് ഈക്വൽ ടു I2 പ്ലസ് 3I2 4I2. ഇത് മൈനസ് 3I2 അപ്പുറം പോകുമ്പോൾ പ്ലസ് 3I2 എന്നാവുമല്ലോ അല്ലേ? 4I2. അങ്ങനെയാണെങ്കിൽ എന്താ I1 ബൈ I2? I1 ബൈ I2 എത്ര എന്നല്ലേ ചോദ്യം? I1 ബൈ I2 കിട്ടാൻ ഇപ്പുറം കൊണ്ടുപോയാൽ 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. സോ ദ ആൻസർ ഈസ് 2. 2/1 2 തന്നെയാണല്ലോ. അപ്പൊ അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കുലർ കോയിലോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം സ്ട്രൈറ്റ് വയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ വയർ ലൂപ്പ് PQRSP ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ജോയിനിങ് ടു സെമി സർക്കുലർ കോയിൽസ് ഓഫ് റേഡിയൈ R1 ആൻഡ് R2 റെസ്പെക്റ്റീവ്ലി ആസ് ഷോൺ. കറണ്ട് I is flowing. The magnetic induction at O. ഇത് ശരിക്കും ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ O എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് സർക്കിളിന്റെ സെന്റർ അല്ലേ? എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്ററിന്റെ ഇക്വേഷൻ ആയിരുന്നു μ0 NI ഡിവൈഡഡ് ബൈ 2R. ഓർമ്മയുണ്ടല്ലോ? അതിൽ N എന്തിനാ കാണിച്ചത്? നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യാനാ? ഇതൊരു പകുതി ടേണാ, ഇത് മറ്റൊരു പകുതി ടേണാ. അപ്പൊ 2 കേസാക്കി എടുക്കണം. ബട്ട് 2 കേസിലും N എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഒരു ഫുൾ ടേൺ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ N-ന് പകരം 1 കൊടുക്കുക. കുറെ ടേണുകൾ 5 ടേൺ ഉണ്ടെങ്കിൽ ഈ N-ന് പകരം 5 എന്ന് കൊടുക്കും. ഇവിടെ പകുതി ടേൺ ആണ്. അപ്പൊ ആദ്യത്തെ പകുതി ടേൺ, അതിന്റെ റേഡിയസ് R1 ആണ്. സോ B1 എന്ന് പറയുന്നത് μ0, N-ന് പകരം 1/2, I തന്നെ ഡിവൈഡഡ് ബൈ 2. ആ റേഡിയസ് ആണ് മക്കളെ R1. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ R1. ആ ഒരു ചെറിയ ഭാഗത്ത് കറണ്ട് പോകുന്നത് ഇങ്ങനെയല്ലടാ, ഇങ്ങോട്ടേക്കല്ലേ കറണ്ട് പോയത്? ഇങ്ങോട്ടേക്ക്.
അപ്പൊ നിങ്ങൾ ഒന്ന് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചേ. റൈറ്റ് ഹാൻഡ് റൂള് സർക്കിളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ 4 ഫിംഗറുകളാണ് എന്തിനെ കാണിക്കേണ്ടത്? കറണ്ടിന്. തമ്പ് എന്തിനെ കാണിക്കുക? മാഗ്നറ്റിക് ഫീൽഡിന്. അപ്പൊ ഈ 4 ഫിംഗറുകൾ ഇങ്ങോട്ട് വളച്ചു വെച്ചാൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. ഇനി ഈ 2 കൂടെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ ഈക്വേഷൻ എന്തായി മാറി? mu0 I ഡിവൈഡഡ് ബൈ 2 2 കൂടെ 4i 4r1 ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഒന്ന് കിട്ടി. ഏത് കിട്ടി? ഈ ചെറിയ ഹാഫ് സർക്കിൾ കൊണ്ടുള്ള ഫീൽഡ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇനി ഒരു വലിയ ഹാഫ് സർക്കിളും കൂടി ഇല്ലേ? വലിയ ഹാഫ് സർക്കിൾ, അതിന്റെ ഫീൽഡ് എഴുതാൻ പറ്റുമോ? ഒന്ന് എഴുതി നോക്കിയേ. B2 എന്തായിരിക്കും? B2 ആ വലിയ ഹാഫ് സർക്കിൾ കാരണമുള്ള B2 എന്ന് പറയുന്നത് mu0 n അവിടെയും 1/2 കറണ്ട് മാറിയിട്ടില്ല ബൈ 2 റേഡിയസ് R2. അതിന്റെ റേഡിയസ് R2 എന്നാണ് വന്നിരിക്കുന്നുണ്ട് അല്ലേ? R2 കറണ്ട്. പക്ഷെ അതിൽ കറണ്ട് പോകുന്നത് ഇങ്ങോട്ടാ, ഇവിടെ കറണ്ട് വന്നത് ഇങ്ങോട്ടാ. ശ്രദ്ധിക്കണേ, കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് അങ്ങോട്ടേക്കാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂൾ പിടിച്ചു നോക്കിയാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഇൻ ടു ദ പ്ലെയിൻ എന്നാണ് കാണാൻ പറ്റുക. ഇൻ ടു ദ പ്ലെയിൻ. അവിടെ നിങ്ങൾക്ക് ഈ 2 2 കൂടെ താഴത്തെ കൊണ്ടുവരാം. സോ B2 ഞാൻ അടുത്ത പേജിലേക്ക് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ B2 എന്ന് പറയുന്നത് mu0 I ഡിവൈഡഡ് ബൈ 2 2 കൂടെ 4 ആയിട്ടുണ്ട്, 4r2. അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു, ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, ടോട്ടൽ കാണണ്ടേ? കുറേക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? B1 ഉം B2 ഉം ഏത് ഡയറക്ഷനിലാ? B1 ഔട്ടാണ്, B2 ഇൻറ്റു ആണ്. ഒന്ന് ഔട്ടും ഒന്ന് ഇൻറ്റും, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടോട്ടൽ B എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യണം അല്ലേ? ടോട്ടൽ B എന്ന് പറയുമ്പോൾ B1 മൈനസ് B2. രണ്ടിലും mu0 I ഡിവൈഡഡ് ബൈ 4 പുറത്തു എഴുതിക്കോട്ടെ. പിന്നെ ബാക്കി ഉണ്ടാവുക 1/r1 മൈനസ് 1/r2 എന്നല്ലേ? യെസ്, mu0 I by 4 into 1/r1 minus 1/r2. Option 1 is the right answer. Okay. So നമ്മളെ ടോപ്പിക് ഏകദേശം നമ്മൾ തീർക്കാൻ പോവുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 similar coils of radius r, number of turns n, lying concentrically with their planes at right angles to each other. Concentric ആണ്, പ്ലെയിൻ റൈറ്റ് ആംഗിൾ ആണ്. പ്ലെയിൻ റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഹൊറിസോണ്ടൽ സർക്കിൾ ആണെങ്കിൽ മറ്റേത് അതിന്റെ അകത്തൂടെ വെർട്ടിക്കൽ സർക്കിളാണ്. അതാണ് ചിത്രത്തിൽ കാണുന്നത്. ഒന്നിങ്ങനെ ഹൊറിസോണ്ടൽ സർക്കിൾ പോലെ, ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ സർക്കിൾ. അടുത്തതൊരു വെർട്ടിക്കൽ സർക്കിൾ ആണ്. വെർട്ടിക്കൽ സർക്കിൾ ലൈക്ക് ദിസ്. ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടോ? ഇങ്ങനെ രണ്ടും ഒരേ സൈസാണ്. ഞാൻ വരച്ചോ നിങ്ങൾ നോക്കണ്ട. രണ്ടും ഒരേ സൈസാണ്, കോൺസെൻട്രിക് ആണ്. രണ്ടിനും കൂടെ ഒരു സെന്ററേ ഉള്ളൂ. ഇതാര സെന്ററാ? അത് രണ്ടാളെ സെന്ററാ. അപ്പൊ ഒന്നിങ്ങനെ നിൽക്കുന്നു, ഒന്നിങ്ങനെ നിൽക്കുന്നു, പെർപെൻഡിക്കുലർ ആണ്. രണ്ടാള്, രണ്ട് പ്ലെയിനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലേഴ്സ് ആയിരിക്കും. ഇതിലൂടെ പോകുന്ന കറണ്ട് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് B2 ആണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ? B1 ഉം B2 ഉം പെർപെൻഡിക്കുലേഴ്സ്. കറണ്ട് ഒന്ന് ഐയും ഒന്ന് I√3 ഒന്ന് I, മറ്റേത് I√3. രണ്ടും ഐ അല്ലേ? ഒന്ന് ഐയും ഒന്ന് I√3. അവർ രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ബിക്കോസ് അത് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും? B1. ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം. എന്തായിരിക്കും B1? B1 എന്ന് പറയുമ്പോൾ mu0 n 1 ആക്കി എടുക്കാം അല്ലെ? അല്ല, n. ഓക്കെ, n ആണ്. mu0 n I ഡിവൈഡഡ് ബൈ 2r. അടുത്തതോ B2 എന്ന് പറയുന്നത് mu0 n ഐക്ക് പകരം √3i ഡിവൈഡഡ് ബൈ 2r. ഇവർ രണ്ടും തമ്മിൽ ആംഗിൾ എത്രയാ? തീറ്റ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വെക്ടർ സം കാണുന്ന അടുത്ത ഒരു റൂൾ നമ്മൾ കാണുകയാണ്. B എന്ന് പറയുന്നത് √of B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് 2B1 B2 കോസ് തീറ്റ. ഇതിന്റെ ജനറൽ ഫോം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. എയും ബിയും 2 വെക്ടേഴ്സ് ആണെങ്കിൽ if vector A and vector B are 2 vectors, then the resultant is √of A square plus B square plus 2AB cos theta. കേട്ടത് ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ ആണ്. ഇവിടെ തീറ്റ 90 ആണെങ്കിൽ ഇവിടെ കോസ് 90 വരും. കോസ് 90 0 ആണ്. അപ്പോൾ ഈ ടേമിന്റെ ആവശ്യമില്ല. 2B1 B2 0 എന്നാണ് വരിക. സോ √of B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. √of B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ എടുക്കുന്ന സമയത്ത് കോമൺ ടേം ഒക്കെ ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. mu0 ni by 2r പുറത്തേക്ക് എടുത്തോളൂ. mu0 ni by 2r. പിന്നെന്താ ബാക്കിയുള്ളത്? √of ഇവിടെ 1ന്റെ സ്ക്വയർ
പ്ലസ് ഇവിടെ റൂട്ട് ത്രീന്റെ സ്ക്വയർ 3 അല്ലേ? റൂട്ട് 3ന്റെ സ്ക്വയർ 3. റൂട്ട് ഓഫ് 1 + 3 റൂട്ട് 4 2. അപ്പൊ 2 ഈ 2 വെട്ടിപ്പോകും. ബാക്കി എന്താ ഉണ്ടാവുക? μ0 ni/r. μ0 ni ഡിവൈഡഡ് ബൈ r. ഓക്കെ, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ വിട്ട് തരികയാണ്. ബിക്കോസ് നമ്മൾ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. 1-2 ഹോംവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു സോളിനോയിഡിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവേ. എ ലോങ് സോളിനോയിഡ് ഹാസ് 200 ടേൺസ് പെർ സെന്റിമീറ്റർ, carries 2.5 മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ. എന്തായിരുന്നു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്? μ0 small n I. That is equal to μ0 4 pi into 10⁻⁻⁷. n 200 turns per centimeter. So 200 by centimeter. Centimeter meter ആക്കുമ്പോൾ 10⁻⁻² into current 2.5. ഓക്കെ, ഈ 4 into 2.5 10 അല്ലേ? സോ 10, പിന്നെ പൈ, പിന്നെ 10⁻⁻⁷. ഈ 10⁻⁻² മേലെ വന്നാൽ 10⁻². അപ്പൊ ഇത് 2 into 10⁻⁴. ശരിയല്ലേ? ഈ 2 സീറോയും ഈ മുകളിലോട്ട് വരുന്ന 2 സീറോയും കൂടി 10⁻⁴ ആയി. ഈ 2 ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π എന്ന് പറയുമ്പോൾ 6.28 ആണ്. പിന്നെ ഒരു 10⁻⁻⁷. ഇവിടെ 4ഉം 1ഉം 10⁵. 5ഉം -7ഉം കട്ട് ചെയ്താൽ 10⁻². 6.28 into 10⁻². ഓപ്ഷൻ 2 is the right answer. ഓക്കെ, സോ അതോടെ നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു സെക്ഷൻ നമ്മൾ അവിടെ തീർക്കുകയാണ്. നമുക്കിനി ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആദ്യത്തെ ഭാഗത്ത് ഉള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് ആ ഡയറക്ഷൻ കാണുന്ന റൂളൊക്കെ നിങ്ങളൊന്ന് റൈറ്റ് ഹാൻഡ് വെച്ച് പിടിച്ച് നോക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് പറയാം. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് ആൻസർ കിട്ടിയവർ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക. അപ്പോൾ ഓക്കെ, തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വൺസ് അഗെയിൻ SL ആണ്. നമുക്ക് വീണ്ടും കാണാം.